ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ കാണാം. നെറ്റ് കോട്ടയിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ്. എല്ലാം വൈറ്റിലാണ് ബേസ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ചുരിദാറിന്റെ മെറ്റീരിയലുകളാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് റേറ്റും ആണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലാ ചുരിദാറിന്റെയും ബേസ് വരുന്നത് വൈറ്റിലാണ്. വൈറ്റിൽ ഇതുപോലെ ഓരോ പ്രിന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓൾ ഓവർ ബോഡി. ഇതൊക്കെ നല്ല നീളമുണ്ട് കേട്ടോ. ഇതിന് ഞാനിപ്പോ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലേ, ഇതൊക്കെ നല്ല നീളമുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ ദാമൻ പോർഷനിൽ ഇതുപോലത്തെ ഒരു ഹോൾസ് ഉള്ള ഹക്കോബയുടെ ഒരു പാച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ദാമൻ പോർഷനിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഒരു പിങ്ക് ഷെയ്ഡാണിത്. ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടണിൽ വരുന്ന ബോട്ടം. പിന്നെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ മൽ കോട്ടണില് ഇതേ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന, ഇതും അതെ നല്ല നീളമുള്ള ദുപ്പട്ടയാണ്. ഇതിനും രണ്ട് സൈഡില് ക്രോഷ്യോ ലേസ് ആണ് വന്നിരിക്കുന്നത്. ഇതാ ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1220, 1220. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡുകൾ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും വൈറ്റിൽ തന്നെ ഒരു പീച്ച് ഷെയ്ഡിലുള്ള ഫ്ലവർ ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ ദാമൻ പോർഷനിലും ഒരു ഹക്കോബയുടെ ഒരു പാച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതും നല്ല നീളമുള്ള ടോപ്പിന്റെ മെറ്റീരിയൽ ആണ്. ബോട്ടം വരുന്നതാണ് ഇതുപോലെ പീച്ച് ഷെയ്ഡിലുള്ള കോട്ടന്റെ ബോട്ടമാണ് വന്നിരിക്കുന്നത്. മൽമല്ലിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇത്. ഈ നെറ്റ് കോട്ടയൊക്കെ നമുക്ക് ഈ സമ്മറിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഉപയോഗിക്കാനായിട്ട്. നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഒരു ക്രോഷ്യോ ലേസ് കൂടി വെച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1220. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും വൈറ്റ് ബേസിൽ ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിന്റെയും ഒരു ബ്ലൂവിന്റെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതിന്റെയും ദാമൻ പോർഷനിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഹക്കോബയുടെ ഒരു പാച്ചും വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടത്തിന്റെ ഷെയ്ഡ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെയും ദുപ്പട്ട വന്നിരിക്കുന്നത് മൽമലിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. രണ്ട് എൻഡില് ഇതുപോലത്തെ ക്രോഷ്യോന്റെ ലേസ് ഉണ്ട്. ബാക്കി ഓൾ ഓവർ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ഇതേ കളറ് ഫ്ലോറൽസ് ആണ്, ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമുക്ക് സമ്മറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 1220. നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതും വൈറ്റ് തന്നെയാണ് ബേസ് വന്നിരിക്കുന്നത്. ഇതിലെല്ലാം ഒരു പീച്ച് കളറാണ് ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന് ഇത്രയ്ക്ക് ഭാഗം ഇതിന്റെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ യോക്കില് ഒരു ബോക്സ് ടൈപ്പ് യോക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ യോക്കില് ചെറിയൊരു സീറോ സീക്വൻസും ഉണ്ട്. പിന്നെ ഓൾ ഓവർ ബോഡി ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നതും മൽമല്ല് തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. സെന്റർ പോർഷനിലെല്ലാം ഒരു പോൾക്ക ഡോട്ട്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഈ ദുപ്പട്ടകളൊക്കെ നല്ല നീളവും വീതിയും ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഫുൾ പോൾക്ക ഡോട്ട്സ് ആണ് സെന്ററിൽ വന്നിരിക്കുന്നത്. 4 സൈഡിൽ വന്നിരിക്കുന്നത് ഈ ചുരിദാറിന്റെ ടോപ്പുമ്മയുള്ള അതേ വർക്കാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറിന്റെ മെറ്റീരിയൽ ആണ്. ഇതും നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1450. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡുകൾ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റില് ഒരു ലൈറ്റ് ഗ്രീൻ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ ഓൾ ഓവർ ബോഡിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ്. ഇതിലൊക്കെ ഒരു സീറോ സീക്വൻസ് ഉണ്ട് കേട്ടോ ഈ ടോപ്പില്. അത് അവിടെ ഇവിടെയും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതേ പ്രിന്റ് തന്നെയാണ്. ഇനി ഇതിന്റെ പല്ലു അല്ല ബോട്ടം വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ്. ഇങ്ങനത്തെ ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെന്ററിലെല്ലാം ഫുൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പോൾക്ക ഡോട്ട്സ്. പിന്നെ അതിന്റെ 4 സൈഡിലും ഈ ചുരിദാർ മെറ്റീരിയലിന്റെ തന്നെ ഒരു പാച്ച് വർക്കാണ് 4 സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും വെയിറ്റ് ഇല്ലാത്ത ദുപ്പട്ടകളാണ്. നല്ല കംഫർട്ടബിൾ ആണ് ഉപയോഗിക്കാനായിട്ട്.
ഇതിന്റെ റേറ്റ് വരുന്നത് 1450, 1450. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റ് ബേസിൽ തന്നെ നല്ലൊരു പൗഡർ ബ്ലൂ ആണ്. ഇതിന്റെയും യോക്ക് ഒരു ബോക്സ് ടൈപ്പ് യോക്കാണ് വന്നിരിക്കുന്നത്. യോക്കിലും ഓരോ സീറോ സീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബോഡി ഫുൾ ആയിട്ട് ഒരു സ്കാറ്റർ ചെയ്ത് ആണ് ഇതിൽ ഓരോ സീറോ സീക്വൻസ് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നതും ഇതേ പ്രിന്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതാ പൗഡർ ബ്ലൂ ഷെയ്ഡിൽ കോട്ടണിൽ വരുന്ന ഒരു ബോട്ടാണ്. ഇതിന്റെ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്. വൈറ്റിൽ തന്നെ ഓൾ ഓവർ ബോഡി ഫുൾ പോൾക്ക ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ബോർഡറിലെല്ലാം ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ളൊരു പാച്ച് വർക്കാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1450. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റ് ബേസിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. യോക്കിൽ ഇതുപോലെ ഒരു ബക്കറ്റ് ഷേപ്പ് ആണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഫുൾ ബോഡിയിൽ ഇതാ ഇങ്ങനെയുള്ള നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനും. ഇത് ഉപയോഗിക്കുക, ഇത് ടച്ച് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിലും സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട് സീറോ സീക്വൻസ്. ഇതിന്റെയും ബാക്ക് സൈഡിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഇതുപോലെ തന്നെയാണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന റോസ് കളറിലുള്ള ബോട്ടം. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഓൾ ഓവർ ബോഡിയിൽ പോൾക്ക ഡോട്ട്സും ബോർഡറിൽ മാത്രം ഇതുപോലെയുള്ള പാച്ച് വർക്കുമാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഉപയോഗിക്കാൻ. അപ്പോൾ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്